ഞാനത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല, അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം? കറുപ്പിനെന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കറുപ്പിനെന്താ കുഴപ്പം? അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ്. മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ആലോചിക്കാൻ പോലും വയ്യാത്ത ഇതാണ്. അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. ഉണ്ടാകണം, ഉറപ്പായിട്ട്. പുതിയ തലമുറയിലേക്ക് അത് പോകരുത്.